ഇനിയുള്ളത് ക്ലാസിക്കിയ അൽ ജദീദ. എന്താണ് ക്ലാസിക്കിയ അൽ ജദീദ? ഇതിന് മഅറൂഫ് അയലം ബിൻ നിയോ ക്ലാസിക്കിയ ഔ അൽ ക്ലാസിക്കിയ അൽ ഹദീസ. അതായത് നിയോ ക്ലാസിക്കിയ എന്നും ക്ലാസിക്കിയ അൽ ഹദീസ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ക്ലാസിക്കിയ അൽ ജദീദ തുസ്അ ഇല തഹ്ഖീഖ് തവാസുൻ ബൈന തഖാലീദിൽ അദബിയ അൽ ഖദീമ വത്തഹദിയാത്തുൽ ഹദീസ ലിൽ കിതാബ. അപ്പോൾ നമുക്ക് പേര് പോലെ തന്നെ എന്താണ്, ഇതൊരു പുതിയ ക്ലാസിക്കയാണ്. ഇതിലെന്താന്ന് വെച്ചാൽ പണ്ടുള്ള അദബിയ അൽ ഖദീമയും അദബിയ അൽ ഹദീസും മോഡേൺ സാഹിത്യവും അതേപോലെ തന്നെ ഇതിൻ്റെ മുമ്പുള്ള ഓൾഡായിട്ടുള്ള സാഹിത്യവും തമ്മിൽ എന്ത് ചെയ്യുക, അതിനെ രണ്ടിനെയും മിക്സ് ആക്കിയിട്ട് ഉള്ളതാണ് എന്ത് ക്ലാസിക്ക അൽ ജദീദ എന്ന് പറയുന്നത്. അവരെന്താണ് പണ്ടുള്ള ക്ലാസിക്കൽ ഖദീമയും അതിനെയും പിന്തുടരും. അതേപോലെ തന്നെ അതിനുശേഷം വന്ന റൊമാൻസിയ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ഹറക്കത്തുണ്ട്, മദ്ഹബുണ്ട്. അതിനെ രണ്ടിനെയും കൂടി എന്താണ്, അതിനാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇനി ഈ ക്ലാസിക്കൽ ജദീദ എങ്ങനെയാണ് അദബുൽ അറബിയിൽ വന്നതെന്ന് വെച്ചാൽ, അതായത് ക്ലാസിക്കൽ ജദീദ എന്നുള്ളത് യൂറോപ്പിൽ അത് കർണു സാദിഷ് ആശ്ര മീലാദി, അതായത് 16-ാം നൂറ്റാണ്ടിലാണ് അവിടെ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അദബുൽ അറബിയിലാണെങ്കിൽ ഇത് ഫി അവാഖിരി കർണു താസിആശ്ര മീലാദി, അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഈ ഒരു ക്ലാസിക്കൽ ജദീദ അദബുൽ അറബിയിലേക്ക് കടന്നു വന്നത്. വമിൻ അഹമ്മു റുവാദ് ഹാദൽ ഇത്തിജ മഹ്മൂദ് സാമി അൽ ബാറൂദി വ അഹ്മദ് ഷൗഖി മഅറൂഫ് റസാഫി ഹാഫിൽ ഇബ്രാഹിം. ഈ ഒരു ക്ലാസിക്കൽ ജദീദിൻ്റെ ആൾക്കാരാണ് ആരെല്ലാം? മുഹമ്മദ് സമി ബാറൂദി, അഹമ്മദ് ഷൗഖി, മഅറൂഫ് റസാഫി, ഹാഫിൽ ഇബ്രാഹിം. ഈ മഹമ്മൂദ് സാമി അൽ ബാറൂദി എന്നുള്ളത് വെറും ക്ലാസിക്കൽ ജദീദ അല്ലാതെ ക്ലാസിക്കൽ മാത്രമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അവർ യുസമ്മ ഹാദ തിയാറുൽ ഇഹ്യാഇ മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ്, അതായത് ഇവരുടെ ഈ ഒരു മദ്ഹബ്, ഇതിൻ്റെ അവരുടെ ഒരു സംഘടനയ്ക്ക് പറയുന്ന പേരാണ് എന്ത്, മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ്. അതിൻ്റെ സ്ഥാപകൻ മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു ഹറക്കത്ത് ഇവരുണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഫുസ്ഹായ ലോകത്തുൽ അറബിയ, ഫുസ്ഹായ ഭാഷയിലാണ്. അതേപോലെ തന്നെ മുൻപുള്ള നമ്മുടെ വാരിസ്യങ്ങൾ, അതായത് പരമ്പര കഴിഞ്ഞ, അത് മുൻകഴിഞ്ഞ ആൾക്കാരെ എന്ത് ചെയ്യലാണ്, അവർ അതേപോലെ അനുകരിക്കലാണ്, അവരുടെ സ്ലൂബുകളൊക്കെ സ്വീകരിക്കലാണ്. പിന്നെ നഹ്ലത്തുൽ അദബി, അതായത് ഈ ഒരു അദബിയൻ്റെ ഈ ഒരു സാഹിത്യം അദബുൽ ഹദീസിൽ അതെങ്ങനെ വന്നു ചേർന്നു എന്ന് ചോദിച്ചാൽ 1798 നെപ്പോളിയൻ മിസ്രിൽ വന്നതിന് ശേഷം ഫറൻസിയങ്ങൾ പിന്നെ മിസ്രിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു അദബിയൻ്റെ ഒരു റിവീലിംഗ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് അത് എന്തിനൊക്കെയാണ്? കാനത്ത് ഹംലത്തുൽ ഫറൻസിയ അവൽ ഇഹ്തികാഖുൻ വാസിൻ മുബാഷിറൻ ബൈന മിസ്രി വൽ ഹദാറത്തുൽ യൂറോപ്പി, അതായത് ഈ മിസ്റിൽ എന്താക്കുക, യൂറോപ്പിൻ്റെ സംസ്കാരങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെയ്യുക, അത് അവർക്കിടയിൽ വ്യാപിപ്പിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വകാന സബബ് ഫി തസ്മിയത്ത് ഹാദൽ ആസിർ ബി ആസിറി നഹ്ലത്തി ഹുവ അന്നൽ അദബുൽ അറബി. എന്നിട്ട് എന്തായി, ഈ മിസ്റിലൊക്കെ ഈ ഒരു കാരണം കൊണ്ട് ഈ അദബുൽ അറബി വ്യാപിക്കാനുള്ള കാരണങ്ങളുണ്ടായി. അത് ഏതെല്ലാമാണ്? ഒന്ന് ഷിഅർ, അതേപോലെ തന്നെ നസ്ർ. ഫസ്വാറ അദബൻ ഖവിയൻ മുസ്ദഹിറൻ യഖ്തലിഫു അൻ ഫി ശക്ലിഹി വ മദ്മൂനിഹി അനിൽ അദബി ഫി അസ്റിൽ ഉസ്മാനി, അതായത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള അസ്റുൽ ഉസ്മാനി എന്നുള്ള ആ ഒരു ഭരണകാലത്തിൽ നിന്നും എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹിത്യമാണ് പിന്നെ ഇവർ വന്നതിന് ശേഷം ഉണ്ടായിത്തീർന്നത്. അതെവിടെയെല്ലാമാണ് ഈ ഒരു നഹ്ല ഉണ്ടായിത്തീർന്നത്? മിസ്ർ, ലബനാന്, അതേപോലെ തന്നെ ലിഅന്നഹുമ സബഖത്തൻ കുല്ലുൽ അഖ്താരിൽ അറബിയ ഫി ഇത്തിസാലി ബിൽ ഹദാറത്തിൽ യൂറോപ്പിയ. ഈ ഒരു ഹദാറത്തുൽ യൂറോപ്പിൻ്റെ ഭാഗമായിട്ട് അറബി ലോകം മുഴുവനും ഈ ഒരു സാഹിത്യം എന്താണ് റിവീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നഹ്ല വഹാദിഹിൻ നഹ്ല
താത്തബിദല കായിദത്തിന് അർളത്തിന്, അതായത് 2 ലക്ഷ്യങ്ങളാണ് ഇതിനെ കൊണ്ടുണ്ടായിട്ടുള്ളത്. ഒന്നെന്താണ്, ഈ ഒരു ഇത്തിസാലു ബിൽ ഹലാറത്തിൽ യൂറോപ്യ അൽ മുസ്തഹിറ, ഈ ഒരു യൂറോപ്യൻ സംസ്കാരം ഉണ്ടല്ലോ അതങ്ങോട്ട് വളർന്നു പന്തലിച്ചു. അതേപോലെ രണ്ടാമത്തേത് എന്താണ്, അൽ ഇത്തിസാലു ബി തുറാസുൽ അറബി ഫി ഒഹോദി കൊവത്തിഹി, അതായത് പണ്ടുള്ള ഒരു അദബുൽ അറബി എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്തായി വളരെയധികം ശക്തിയോടെ പിന്നെ എന്തായി വന്നു, മുമ്പോട്ടേക്ക് വന്നു. അതേപോലെ ഈ ഒരു 2 ലക്ഷ്യങ്ങൾ ഏതെല്ലാം വഴിയിലൂടെയാണ്, ഒന്ന് താലീം, അതേപോലെ ബോസ്, രഹ്ലാത്ത്, ഹിജ്റ, തർജമ, തബാ, മക്തബാത്ത്, സഹ്ഫാത്ത്, അങ്ങനെ തുടങ്ങിയ മസ്രഹി തുടങ്ങിയ ഒരുവിധം എല്ലാ മേഖലയിൽ കൂടെയും ഇതെന്തായി ഇങ്ങനെ വളർന്നു പന്തലിച്ചു. അതേപോലെ ഇഖ്തഫാഉ ബഅദൽ അഗ്റാദിൽ ഖദീമ കൽ മദ്ഹി വൽ ഹജാഇ വൽ ഫഖ്രി ബിസൂരിഹൽ ഖദീമ, അതായത് ബിസവരിഹൽ ഖദീമ, പണ്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് എന്താണ് ലക്ഷ്യങ്ങളുണ്ട് ഈ കവിതകളിലൊക്കെ ഉള്ള, എന്താണ് മദ്ഹ്, ഹജാ, ഫഖ്ർ, അതൊക്കെ എന്തായി, അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അകലാൻ തുടങ്ങി. അതേപോലെ ഇത്തിജാഹു ഷുർ ഇലൽ ആറാദിൽ ഖൗമിയ വൽ വതനിയ സിയാസിയ ഇജ്തിമാഇയ അങ്ങനെ തുടങ്ങി. അതായത് പിന്നെ ഈ ഒരു മോഡേൺ കാലഘട്ടമായപ്പം ഏതെല്ലാം ലക്ഷ്യങ്ങളായി, ഖൗമിയ, അതേപോലെ വതനിയ, സിയാസിയ, ഇജ്തിമാഇയ തുടങ്ങിയ ആറാളുകളെ, അതായത് മദ്ഹ്, ഹജാ, ഫഖ്ർ ഈ ഒരു ആറാളുകൾ മാറിയിട്ട് ഖൗമിയ, വതനിയ, സിയാസിയ, ഇജ്തിമാഇയ, അതായത് സാമൂഹികപരമായിട്ടുള്ള ആറാളുകൾ ഉണ്ടാക്കി ഇതിൽ വന്നു. അതേപോലെ തന്നെ ഷിഅറുൽ മസ്രഹി എന്താക്കാൻ തുടങ്ങി, പ്രകടമാവാൻ തുടങ്ങി. അതേപോലെ മദാരിസ് ഷിഅരിയ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിക്കിയ, റൊമാൻസിയ, വാക്കിയ ഇങ്ങനത്തെ മദ്ഹബുകളൊക്കെ എന്താക്കി, അതൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അതേപോലെ തന്നെ തതവ്വുറു ബിനാഉൽ ഖസീദത്ത് ഇംതാദുൽ തജ്ദീദ് ഇലൽ ഔസാനി വൽ ഖവാഫി, പിന്നെ ഈ ഒരു വസ്നി, കാഫിയ എന്ന് തുടങ്ങിയ അതിൽ നിന്നൊക്കെ എന്താവാൻ തുടങ്ങി, ഈ കസീദകളൊക്കെ ഒന്ന് അകന്നിട്ട് കുറച്ചൊന്ന് എന്താ പറയുക, ഒന്ന് അയയാൻ തുടങ്ങി എന്നൊക്കെ പറയില്ല നമ്മൾ. അതേപോലെ തന്നെ ഇബ്തിക്കാറു ഫി സുവരി വൽ അഖില, അതായത് ഈ ഭാവനകളും പിന്നെ അതിൻ്റെ സുവറുകളൊക്കെ എന്താക്കാൻ തുടങ്ങി, ഇങ്ങനെ പുതിയതായിട്ട് ഓരോ അനുഭവങ്ങളൊക്കെ ആയിട്ട് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ ഒരു പിന്നെ കുറേ മദാരിസുകൾ വന്നെന്ന് പറഞ്ഞല്ലോ, അതിൽ ഏറ്റവും ആദ്യമായിട്ട് വന്നത് എന്താണ്, ഷിഅറുൽ അറബിയിൽ വന്നത് ക്ലാസിക്കിയ അൽ ജദീദയാണ്. ക്ലാസിക്കൽ ജദീദ് അറബിയിൽ പറയാനാണെങ്കിൽ ഇനിയും കുറേ ഉണ്ട്. അതിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട് അവസാനത്തിലേക്ക്. ഏതെല്ലാമാണ്, ക്ലാസിക്കിയ അൽ ജദീദ, അൽ മുഹാഫിലൂനും അതേപോലെ തന്നെ മുഅ്തദിലൂനും. ഈ മുഹാഫിലിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്, പിന്നെ പണ്ടുള്ള ആ ഒരു ഇത് അതേപടി ഇത്തിബാ ചെയ്തു വന്ന ആൾക്കാർ, മുഹമ്മദ് സാമി ബാറൂദീനെ പോലെയുള്ള ആൾക്കാർ. അതേപോലെ തന്നെ മുഅ്തദിലൂൻ എന്ന് പറയുമ്പം അതിൽ നിന്ന് വ്യതിചലിച്ച് കുറച്ചൊന്ന് റൊമാൻസിലേക്ക് കൂടെ കൈകടത്തിയ ആൾക്കാർ, അവരിൽപ്പെട്ട ആൾക്കാരാണ് അഹ്മദി ഷൗക്കിയൊക്കെ പോലെയുള്ള ആൾക്കാർ. അപ്പോൾ ഇത്രയാണ് എന്താണ് ക്ലാസിക്കൽ ജദീദ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, എന്താണ് ക്ലാസിക്കൽ ജദീദ, നഹ്ദത്തുൽ അദബുൽ അറബി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഷോർട്ടായിട്ട് പറയാനുള്ളത്.